നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ നേരിട്ടുള്ള വിമാനയാത്രയ്ക്ക് അനുമതി നൽകി ഗൾഫ് രാഷ്ട്രങ്ങൾ. എന്നാൽ ഗൾഫിലേക്ക് എത്തിച്ചേരാൻ പ്രവാസികൾ കടക്കേണ്ട കടമ്പകൾ ഏറെയാണ്. ഒരു ടിക്കറ്റിന് നൽകേണ്ടത് ലക്ഷങ്ങൾ. ഇത് പോരാഞ്ഞിട്ട് RT-PCR ടെസ്റ്റ് തുടങ്ങി അതത് രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നതുവരെയുള്ള മറ്റ് ചിലവുകൾ വേറെയും. എന്നാൽ അവിടെയും അവസാനിക്കുന്നില്ല. കുവൈറ്റിലേക്ക് യാത്ര ചെയ്യാനെത്തിയ പ്രവാസിക്ക് കിട്ടിയത് മുട്ടൻ പണി, അതും നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ വക. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കുവൈറ്റ് യാത്രയിൽ അവസാന നിമിഷം വരെ സസ്പെൻസ് നിറച്ച് ആരോഗ്യ വകുപ്പ്. മറ്റുള്ളവരെ കാത്തിരിക്കുന്ന അനാവസ്ഥയും ഇതുതന്നെ. പിശകുകൾ കൊണ്ട് നിറഞ്ഞ RT-PCR പരിശോധനാ ഫലവുമായി എത്തിയ യുവാവിന് യാത്രാനുമതി നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. പിന്നാലെ നഷ്ടമായത് ടിക്കറ്റ് തുകയായ 1,46,000 രൂപയും. കാത്തു നിൽക്കാതെ രണ്ടാമതും പരിശോധന നടത്തി. വിസ കാലാവധി തീരുന്ന ദിവസമാണ് യുവാവ് കുവൈറ്റിലേക്ക് വിമാനം കയറിയത്. കരിപ്ര ആരോഗ്യ വകുപ്പ് അധികൃതർ ആശങ്കയുടെ യാത്ര സമ്മാനിച്ചത് പാവം സ്വദേശിയായ യുവാവിനാണ്. കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം നടന്നത്. ചെറിയ അവധിക്കായി നാട്ടിലെത്തിയ യുവാവിന് തിരികെ പോകാൻ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം വിസ കാലാവധിയുടെ അവസാന ദിവസങ്ങൾ വരെ കാത്തിരിക്കേണ്ടി വന്നു. യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുമ്പ് ICMR പട്ടികയിലുള്ള ലാബിൽ നിന്ന് നടത്തിയ RT-PCR പരിശോധന ഫലം വേണമെന്നതാണ് അധികൃതർ മുന്നോട്ട് വച്ച ചട്ടമെന്നത്. ജില്ലയിൽ ഒരേ ഒരു സർക്കാർ ആശുപത്രി മാത്രമാണുള്ളത് ICMR ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അവിടെ എത്തി പരിശോധനയും നടത്തി. യാത്രയ്ക്ക് ഏതാനും മണിക്കൂറുകൾ മുമ്പ് കോവിഡ് നെഗറ്റീവ് ഫലവും ലഭിച്ചു. ലഭ്യമായ റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. വിലാസം മുതൽ രേഖപ്പെടുത്തിയിട്ടുള്ള മിക്ക വിവരങ്ങളും നിറയെ തെറ്റ്. കൂടാതെ പാസ്പോർട്ട് വിവരങ്ങളും ഇതിൽ ചേർത്തിരുന്നില്ല. ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ സർട്ടിഫിക്കറ്റ് എഡിറ്റ് ചെയ്യാനായിരുന്നു നിർദ്ദേശം നൽകിയത്. എന്നാൽ സർട്ടിഫിക്കറ്റ് തിരുത്തിയാലോ ക്രിമിനൽ കുറ്റമാകും. ലഭിച്ച സർട്ടിഫിക്കറ്റുമായി യാത്രക്കെത്തിയ യുവാവിനെ വിമാനത്താവളത്തിൽ നിന്നും അധികൃതർ മടക്കി അയച്ചു. പിന്നീട് നെട്ടോട്ടമായിരുന്നു. തിരുവനന്തപുരത്ത് മറ്റൊരു ലാബിൽ പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നേടുകയായിരുന്നു യുവാവ്. കാര്യമായ ലഗേജ് പോലും എടുക്കാനാകാതെ വിമാനത്താവളത്തിലേക്കുള്ള ഓട്ടമായിരുന്നു. കുവൈറ്റിലെത്തി ജോലിയിൽ പ്രവേശിച്ച യുവാവ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ഇത്തരം സംഭവങ്ങൾ നേരത്തെ തന്നെ പ്രവാസികൾ തിരിച്ചറിയേണ്ടതാണ്. ഇല്ലെങ്കിൽ നെട്ടോട്ടമോടേണ്ട അവസ്ഥയുണ്ടാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.